അന്ന് പെയ്ത മഴയിൽ ഭാഗം 7. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഫ്ലൈറ്റിലെ യാത്രയും ഭക്ഷണവും ഒന്നും വർഷയ്ക്ക് തീരെ പിടിച്ചില്ല. യാത്രക്കിടയിൽ ഛർദ്ദിക്കുകയും ചെയ്തു. ഫ്ലൈറ്റിലുടനീളം അവൾ സതിയുടെ മടിയിൽ വാടിത്തളർന്ന് കിടക്കുകയായിരുന്നു. ആദിത്തും പ്രിയയും സതിയും വർഷയും സന്ധ്യ കഴിഞ്ഞാണ് തറവാട്ടിലെത്തിയത്. തേക്കിലും ഈട്ടിയിലും തീർത്ത കൊട്ടാര സാദൃശ്യമായ മനോഹരമായൊരു നാലുകെട്ടായിരുന്നു അത്. തറവാടിൻ്റെ പിറകിലൊരു ചായ്പും കുറച്ചു മാറി ഒരു കുളപ്പുരയുമുണ്ട്. ഗേറ്റിൽ നിന്നും ടാക്സി വരുന്ന ശബ്ദം കേട്ടപ്പോൾ അകത്തുനിന്നും പ്രിയയുടെയും ആദിത്യൻ്റെയും മുത്തശ്ശി ഒരു വടിയും കുത്തിപ്പിടിച്ച് വേച്ച് ഇറങ്ങി വന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ആരോട് സംസാരിക്കുമ്പോഴും പ്രിയമോളും മോനും അമേരിക്കയിൽ നിന്നും പുതിയ പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിനായിട്ടാണ് മുംബൈയിൽ വന്നു നിന്നത്. ഇങ്ങനെ പറയാവൂ? ഡ്രൈവർ കേൾക്കാതെ സതി ശബ്ദം താഴ്ത്തി വർഷയോട് പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ടമ്മേ. പിന്നെ മുത്തശ്ശി എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ അധികം മിണ്ടുന്നില്ല. വായിന്ന് അബദ്ധം എന്തെങ്കിലും വീണു പോയാലോ? വർഷ പറഞ്ഞു. എല്ലാവരും കാറിൽ നിന്നിറങ്ങി. തറവാട്ടിലെത്തിയതും ആദിത്യൻ്റെ നെഞ്ച് ചുട്ടുപൊള്ളി. അവൻ്റെ മനസ്സിൽ 1000 ഓർമ്മകൾ കടന്നുപോയി. അവൻ്റെ ഭാവമാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു വർഷ. ആദിത്യനെയും പ്രിയയെയും കണ്ടപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ പ്രിയയുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. എന്താ മോൾ ഇത്രയും നാൾ മുത്തശ്ശിയെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്നത്? അമേരിക്കയിലോട്ടൊക്കെ വിളിക്കാൻ മുത്തശ്ശിക്ക് അറിയത്തില്ല മോളെ. നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴല്ലേ മുത്തശ്ശിക്ക് സംസാരിക്കാൻ പറ്റൂ. ഇവിടെ മുംബൈയിൽ വന്നിട്ടും മോൾ എന്നെ വിളിച്ചിട്ടില്ല. നിങ്ങളുടെ അമ്മയുണ്ടായിരുന്നപ്പോഴേ അവൾ എന്നും വിളിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു. മരുമോളായിട്ടല്ല, എൻ്റെ സ്വന്തം മോളായിരുന്നു ശാരദ എനിക്ക്. വല്ലപ്പോഴും അപ്പുമോൻ വിളിക്കും. നിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒഴിവ് പറയും. മോൾക്ക് മുത്തശ്ശിയോട് പിണക്കാണോ? മുത്തശ്ശി പ്രിയയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. സതിയും കണ്ണു തുടച്ചു. മുത്തശ്ശി ആരെയാണ് അപ്പുമോനെന്ന് വിളിച്ചതെന്ന് വർഷയ്ക്ക് മനസ്സിലായില്ല. കാലിനെങ്ങനെയുണ്ടമ്മേ? ഒരുപാട് മുറിഞ്ഞോ? ഓടി നടക്കാതെ അവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ? സതി വിഷമത്തോടെ മുത്തശ്ശിയുടെ നീര് വന്ന കാല് നോക്കി ചോദിച്ചു. സതി പോയതിൽ പിന്നെ അവിടെ ജോലിക്ക് വരുന്ന സ്ത്രീയാണ് ഓമന. ഓമന. പേരിൽ മാത്രമേ ഓമനത്തുള്ളൂ. മഹാ അഹങ്കാരിയാ. നീ തിരികെ വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇന്നു മുതൽ പണിക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുക. നിന്നെപ്പോലെ ഒരാളെ കിട്ടാൻ പാടാണ് സതി. മുത്തശ്ശി പറഞ്ഞത് കേട്ട് വർഷ ചിരിച്ചു. അപ്പു? മുത്തശ്ശി ആദിത്യൻ്റെ അടുത്തെത്തി. അവൻ്റെ മുഖം കൈകളിലെടുത്ത് അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഇങ്ങനൊരു വൃദ്ധ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് ഓർമ്മ വന്നല്ലോ. ഈ കിളവി മരിക്കുന്നതിന് മുൻപ് അപ്പുവിനെ ഒന്ന് കാണാൻ കഴിയുമെന്ന് കരുതിയില്ല. അവധിക്ക് നിന്റെ അച്ഛനും അമ്മയും പ്രിയമോളും ഇവിടെ വരുമ്പോൾ നീ മാത്രം പരീക്ഷാ പഠിത്തമെന്നൊക്കെ പറഞ്ഞ് അവിടെ കൂടും. ജോലി ആയപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കാന്ന് പറഞ്ഞ് വരാതായി. എത്ര വർഷം കൂടിയാ നീ ഇവിടെ വരുന്നതെന്നറിയോ അപ്പു? മുത്തശ്ശി നിറകണ്ണുകളോടെ ആദിത്യനെ കെട്ടിപ്പിടിച്ചു. ആദിത്യൻ്റെ മനസ്സ് പക്ഷേ വേറെ ലോകത്തായിരുന്നു. വന്ന കാലിൽ നിൽക്കാതെ അവരകത്ത് കയറട്ടെ അമ്മേ, എന്നിട്ടാകാം പിണക്കവും പരാതി പറച്ചിലുമൊക്കെ, സതി മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സതിയുടെ പുറകിൽ നിൽക്കുന്ന പെൺകുട്ടിയെ. ഇത് അവളുടെ മുഖം കണ്ടതും മുത്തശ്ശി എന്തോ പറയാൻ തുടങ്ങി. വർഷ സതിയെ നോക്കി. അമ്മ, ഇതാണ് വർഷ. അവിടെ മുംബൈയിൽ ഇവരുടെ വീടൊക്കെ തൂത്തു വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് ഈ കുട്ടിയാണ്. സതി വർഷയെ പരിചയപ്പെടുത്തി. മുത്തശ്ശി ഏതോ ഓർമ്മയിൽ അവളെ തന്നെ നോക്കി നിന്നു. അകത്തേക്ക് കയറി വാ മക്കളെ, ഇനി വിശ്രമിച്ചിട്ടാവാം സംസാരം, മുത്തശ്ശി എല്ലാവരോടും പറഞ്ഞു. ഞാൻ പെട്ടിയെടുത്തിട്ട് വരാം, ആദിത്യ പറഞ്ഞു. ഡ്രൈവർ പെട്ടികളെടുത്ത് കാറിന് വെളിയിൽ വെച്ചിരുന്നു. മുത്തശ്ശിയും പ്രിയയും സതിയും അകത്തേക്ക് പോയി. വർഷ പെട്ടികൾ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. എന്താ? ആദിത്യ ചോദിച്ചു. പെട്ടിയെടുക്കാൻ വർഷ പെട്ടിയിലേക്ക് കൈ ചൂണ്ടി.
നീ അകത്തേക്ക് ചെല്ല്, ഞാനെടുത്ത് വെച്ചോളാം. ഡ്രൈവർക്ക് കാശ് കൊടുത്ത് പറഞ്ഞു വിട്ടുകൊണ്ട് ആദിത്യ പറഞ്ഞു. വർഷ അവൻ പറഞ്ഞത് കേൾക്കാതെ കൂട്ടത്തിൽ ഭാരമുള്ളൊരു പെട്ടി പൊക്കാൻ നോക്കി. പെട്ടെന്ന് നടുവിൽ നിന്നൊരു ശബ്ദം കേട്ടു. വർഷ അയ്യോ എന്ന് പറഞ്ഞ് കുനിഞ്ഞ് നടുവിന് കൈയും കൊടുത്ത് നിന്നു. എന്തു പറ്റി? ആദിത്യ അവളുടെ അടുത്തേക്ക് വേഗം ചെന്നു. പെട്ടി എടുക്കാൻ നോക്കിയതാ, എൻ്റെ നടുവ് വെട്ടി. അവൾ വേദന കൊണ്ട് അനങ്ങാൻ വയ്യാതെ നിന്നു. അവനവനെ കൊണ്ട് ആവുന്ന പണി ചെയ്താൽ പോരെ? ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ എടുത്തോളാന്ന്. നിന്നോട് ആരാ പറഞ്ഞത് ഇതെടുത്ത് പൊക്കാൻ? ഇത് 4 വീൽ സ്പിന്നറാ, മനസ്സിലായോ? ഇത് വലിച്ചാൽ മതി, കൂടെ പോന്നോളും. ആദിത്യ അവളെ ശാസിച്ചു. ഒരാൾ വേദന എടുത്തിങ്ങനെ അനങ്ങാൻ പറ്റാതെ കിടക്കുമ്പോഴാ പെട്ടിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ. ഒന്ന് സഹായിക്കും മനുഷ്യ, വർഷ അവനോട് പറഞ്ഞു. വളഞ്ഞു കുത്തിയുള്ള അവളുടെ നിൽപ്പ് കണ്ട് ആദിത്യ ചിരിച്ചു. അവൻ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ പുറകിൽ നിന്നു. അവളെ അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കൈകൾ അവളുടെ വയറിൽ കൂടിയിട്ട് അവളോട് പതിയെ നിവരാൻ പറഞ്ഞു. ഒന്ന് പാടുപെട്ടെങ്കിലും അവൾ പതിയെ പതിയെ അവളുടെ നടുവ് നിവർത്തി. അയ്യോ അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. കുറച്ച് സമയമെടുത്ത് അവൾ നടുവ് നിവർത്തി. ഹോ എൻ്റെ അമ്മേ, ഞാൻ ഓർത്തിനി ഒരിക്കലും നിവരാൻ പറ്റത്തില്ലെന്ന്. എന്നാലും ഇപ്പോഴും ഇച്ചിരി വേദനയൊക്കെ ഉണ്ട് കേട്ടോ, വർഷ ആശ്വാസത്തോടെ പറഞ്ഞു. അപ്പോഴാണ് ആദിത്യൻ്റെ കൈകൾ ഇപ്പോഴും അവളുടെ വയറിൽ തന്നെയാണെന്നും അവൾ പുറംതിരിഞ്ഞ് ആദിത്യൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുകയാണെന്നും അവൾ മനസ്സിലാക്കിയത്. അവളുടെ ദേഹത്തെ ചൂടും അവളുടെ മുടിയിലെ കാച്ചിയ എണ്ണയുടെ മണവും ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ആദിത്യ. വർഷ പെട്ടെന്ന് അവനിൽ നിന്ന് മടർന്നു മാറി. അവൾ അവനെ നോക്കാതെ വേഗം അകത്തേക്ക് നടന്നു. അവൻ പെട്ടിയും എടുത്ത് വീടിനകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പേട്ടാ, ആദിത്യ ചുറ്റും നോക്കി. ആരോ വിളിച്ചതുപോലെ തോന്നി. അപ്പേട്ടാ, കുറച്ച് മാങ്ങ ഇട്ട് തരുമോ? ഒരു പെൺകുട്ടി ചോദിക്കുന്നു. ഇപ്പോഴേ സമയമില്ല, ഞാനും അപ്പവും സിനിമയ്ക്ക് പോവാ, ജയദേവൻ പറയുന്നു. ഓ എന്തൊരു ജാടയാ, ഞാൻ അപ്പുവേട്ടനോടാ ചോദിച്ചേ. മുത്തശ്ശി പറഞ്ഞിട്ടാ അപ്പുവേട്ടാ, ഊണിന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനാ, അവൾ ആദിത്യനോട് പറഞ്ഞു. ഇപ്പം തന്നെ ലേറ്റായി, മുത്തശ്ശിയോട് പറയ് വേറെന്തെങ്കിലും കറി ഉണ്ടാക്കാൻ. ആദിത്യ പറഞ്ഞത് കേട്ട് അവൾ മുഖം വീർപ്പിക്കുന്നു. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ നീ തന്നെ കയറിയിട്, ഒന്ന് പറിച്ചു കൊടുക്കടാ, ജയദേവൻ കളിയാക്കുന്നു. നിങ്ങൾ 2 തടിമാടന്മാരിവിടെ ഉണ്ടായിട്ടാണോ ആ കൊച്ചിനോട് മരം കയറാൻ പറയുന്നത്? അത് കേട്ട് വന്ന പ്രിയ പറഞ്ഞു. എൻ്റെ പ്രിയേച്ചി, ഇവൾ ഈ മരം കയറാനോ? ബെസ്റ്റ്, എന്നാ കാക്ക മലന്ന് പറക്കും. ജയദേവ് പറഞ്ഞത് കേട്ട് ആദിത്യ ചിരിക്കുന്നു. ചിരിച്ചോ. ഇന്നലെ ചായ്പിനകത്തേ ഒളിച്ചിരുന്ന് 2 പേരും കൂടി സിഗരറ്റ് വലിക്കുന്ന കാര്യേ ഞാൻ എല്ലാവരോടും പറയാൻ പോവുക. അവൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു. അവൾ പറഞ്ഞത് കേട്ട് പ്രിയ കണ്ണുമിഴിച്ച് നിൽക്കുന്നു. നേരാണോടാ, നിങ്ങൾ സിഗരറ്റ് വലിയും തുടങ്ങിയോ? ഇന്ന് ഞാനേ അച്ഛനോടും അമ്മയോടും മായാൻ്റെയോടൊക്കെ പറയുന്നുണ്ട്. പ്രിയ ആദിത്യൻ്റെയും ജയദേവൻ്റെയും ചെവിക്ക് പിടിക്കുന്നു. വിട് പ്രിയേച്ചി പ്ലീസ്, അച്ഛനോടും അമ്മയോടും പറയല്ലേ, ഇനി ചെയ്യില്ല പ്ലീസ്. ആദിത്യൻ ജയദേവനും കെഞ്ചുന്നു. അത് കണ്ട് വർഷ പൊട്ടിച്ചിരിക്കുന്നു. ആദിത്യൻ്റെ മനസ്സ് ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ പിന്നെയും കലങ്ങി മറിയാൻ തുടങ്ങി. എല്ലാവരും അവരവരുടെ മുറികളിൽ പോയി കുളിച്ച് കുറച്ചു നേരം വിശ്രമിച്ചു. സതിയുടെ വീട് തൊട്ടടുത്ത് തന്നെയായിരുന്നു. പിന്നെ വരാമെന്ന് പറഞ്ഞ് സതി അവരുടെ വീട്ടിലേക്ക് പോയി. അടുക്കളയോട് ചേർന്ന് വൃത്തിയുള്ളൊരു കൊച്ചുമുറി മുത്തശ്ശി വർഷയ്ക്ക് കാണിച്ചു കൊടുത്തു. വർഷ കുളിയെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയോട് ചോദിച്ചിട്ട് അടുക്കളയിൽ കയറി കാപ്പിയിട്ടു. കൊച്ചെ, നിന്റെ പേരെന്തെന്നാ പറഞ്ഞേ? മുത്തശ്ശി ചോദിച്ചു. വർഷ, അവൾ പറഞ്ഞു. നിന്റെ വീട്ടിൽ ആരൊക്കെയുള്ളേ? ആരുമില്ല മുത്തശ്ശി, ഞാൻ വളർന്നതൊക്കെ ഓർഫനേജിലാ. മുത്തശ്ശി വിഷമത്തോടെ അവളെ നോക്കി. ഇടയ്ക്ക് സാറിൻ്റെ വീട് തൂത്തു കിടക്കാൻ പോകുമായിരുന്നു. പിന്നെ സതിയമ്മയ്ക്ക് മനസ്സലിവ് തോന്നി, എന്നെയും കൂട്ടി. വർഷ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ശരിയാ മോളെ, സതിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റില്ല. നീ ഞങ്ങളുടെ സവിതയെപ്പോലെയാ, അവളെപ്പോലെ തന്നെയുണ്ട്. കണ്ണും മൂക്കും ചുണ്ടും എല്ലാം അതുപോലെ ഉണ്ട്. നിന്നെ കാണുമ്പോൾ എനിക്ക് അവളെയാ ഓർമ്മ വരുന്നേ.
മുത്തശ്ശി വിഷമത്തോടെ പറഞ്ഞു. വർഷ അത് ആരാണെന്ന അർത്ഥത്തിൽ മുത്തശ്ശിയെ നോക്കി. സതി പറഞ്ഞിട്ടില്ലേ നിന്നോട്? ഇല്ലെന്ന് വർഷ തലയാട്ടി. സതിയുടെ മോളാ സവിത. സതിയുടെ കാര്യം പറഞ്ഞ കഷ്ടാ വച്ചേ. ഒരുപാട് നേർച്ചയും വഴിപാടും ഒക്കെ കഴിച്ചിട്ടുണ്ടായതാ ആ കുഞ്ഞ്. സതി ഗർഭിണിയായിരുന്ന സമയത്താ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയത്. പിന്നെ സതി എല്ലുമുറിയെ പണിയെടുത്താ ആ കൊച്ചിനെ വളർത്തിയത്. സവിത കൊച്ചിലെ തൊട്ടേ ഇവിടെ തന്നെയാണ് വളർന്നത്. അപ്പുമോൻ്റെയും പ്രിയമോളുടെ അപ്പുറത്തെ ജയദേവൻ്റെയൊക്കെ വലിയ കൂട്ടായിരുന്നു. ജയദേവൻ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ ജയശങ്കറിൻ്റെ മോനാ. അവരുടെ വീട് തൊട്ടപ്പുറത്താ. ഈ പിള്ളേരെക്കാളൊക്കെ ഇളയതായിരുന്നു സവിത. കാണാനൊരു സുന്ദരി കൊച്ച്. പാട്ടിലും നൃത്തത്തിലും പഠിത്തത്തിലും ഒക്കെ മിടുക്കിയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനെയുള്ളവർക്ക് ദൈവം അധികം ആയുസ് കൊടുക്കില്ലല്ലോ. മുത്തശ്ശി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. വർഷക്കതൊരു പുതിയ അറിവായിരുന്നു. ഓരോ പ്രാവശ്യവും വർഷ വരുമ്പോൾ വേണ്ട എന്നുണ്ടെങ്കിലും സതി അവളുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നതും വിശന്ന് വലഞ്ഞ് അവൾക്ക് ആഹാരം കൊടുത്തതും കെഞ്ചിയപ്പോൾ അവിടെ ജോലി ശരിയാക്കി തന്നതും ആദ്യത്തെ വഴക്ക് പറയുമ്പോൾ രക്ഷയ്ക്കായി വന്നതും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഇപ്പോൾ അവൾക്ക് മനസ്സിലായി. തന്നെ കാണുമ്പോൾ സതിക്ക് സവിതയെ ഓർമ്മ വരുന്നു. മുത്തശ്ശി, എന്തു പറ്റിയതാ മുത്തശ്ശി സവിതയ്ക്ക്? വർഷ വിഷമത്തോടെയും അതിലുപരി ആകാംക്ഷയോടെയും ചോദിച്ചു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.